പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് അതിശക്തമായി ബുധൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. ഈ സമയം കൺസൾട്ടൻസിന് വളരെ അനുകൂലമായ സമയമാണ്. ഭൂമി ബ്രോക്കർമാർക്ക്, ഭൂമി ഇടപാടുകൾക്ക്, വസ്തു ഇടപാടുകൾക്ക്, തൻ്റെ വസ്തു വിൽക്കാം, തനിക്ക് പുതിയ വീട് വാങ്ങാം, തനിക്ക് ഭൂമി വാങ്ങാം. ഇതിനൊക്കെ വളരെ അനുകൂലമാണ്. 25 ദിവസം മെയ് 29 മുതൽ ഏറ്റവും നല്ലൊരു അനുകൂലമായ സമയം. ജൂൺ 1 മുതൽ മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം മാറുകയാണ്. അതിനാൽ പല കാര്യങ്ങൾക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുക മിഥുനം രാശിക്കാരെയാണെന്ന് അറിയുക. തൻ്റെ എത്രയോ മുടങ്ങിക്കിടക്കുന്ന ഭൂമി വിഷയങ്ങൾ, ഭൂമി വിൽപ്പന, വാങ്ങൽ, വീട്, അപ്രകാരം തന്നെ ബ്രോക്കർമാർക്ക് കച്ചവടം നടക്കാത്തൊരവസ്ഥ, അതിൽ നിന്നെല്ലാം വിഭിന്നമായി എല്ലാം വളരെ അനുകൂലമായി വരുന്ന ഒരു സമയമാണ് ഈ ഒരു 25 ദിവസക്കാലമെന്ന് അറിയുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോവുക, അവിടെ വിളക്ക്, എണ്ണ ഒക്കെ സമർപ്പിക്കുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ, തന്നെ തറവാട് നന്നാവട്ടെ. എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യുക. പൂർവികർ ചെയ്തതിനെ പൂർണ്ണമായും ചെയ്യുവാൻ ഇന്ന് കഴിയുകയില്ല. എന്നാലും വലിയ പരിക്കേൽപ്പിക്കാതെ ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ അതിൻ്റേതായ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ഒരു ദിനങ്ങളിലെന്ന് പ്രത്യേകം അറിയുക. മിഥുനൻ രാശിക്കാർക്ക് വളരെ നല്ല സമയം വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് തന്നെ കണ്ടകശനിയുണ്ട്. ഈ ഒരു 25 ദിവസക്കാലത്തിനുള്ളിൽ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, തുളസിമല വഴിപാടും, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം വഴിപാട് ചെയ്യുക. കർമ്മതടസ്സം മാറാൻ ഗത ഒപ്പിക്കൽ നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ. വളരെ നന്നായി കാര്യങ്ങൾ നീങ്ങും. ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് അറിയുക. അത്ര ശക്തമാണ് ബുധൻ. ലഗ്നത്തിലെ ബുധനാണ്. വിദ്വാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിരാചാര്യൻ. ഇയാൾ വളരെ പണ്ഡിതനാകും. മറ്റൊന്ന് ചമത്കാരം എന്താണെങ്കിൽ പറഞ്ഞിരിക്കുന്നു, ബുധോ മൂർത്തികയോ മാർജിയത് അന്യരിഷ്ടം. ലഗ്നത്തിലെ ബുധൻ മറ്റുള്ളവരുടെ അരിഷ്ടതകളെ മാറ്റും. വരിഷ്ഠാധീയ, നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. വൈഖരി വൃത്തിഭജ ജന ദിവ്യ ചാമീകരീഭൂതദേഹ, നല്ല മനോഹരമായ ശരീരമുണ്ടാകും. ചികിത്സാവിധ, അന്യരുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം കാണാൻ പറ്റും. താൻ നല്ലൊരു കൺസൾട്ടൻ്റായി ശോഭിക്കും. അന്യരുടെ
മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഫൈനൽ വേർഡാവാൻ തനിക്ക് കഴിയും. പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. മറ്റുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ തന്നെ സ്വയം മറന്നു പോകുന്നൊരവസ്ഥ ഈ മിഥുനത്തിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. അതിനാൽ തൻ്റെ കാര്യം കൂടി നോക്കുക എന്ന് മാത്രം ഉപദേശിക്കുന്നു. നമസ്തേ.